കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ അവസാനത്തെ നെയ്ത്ത് കേന്ദ്രമായ ചേരാനെല്ലൂർ പനമ്പം നെയ്ത്തു കേന്ദ്രവും അടച്ചുപൂട്ടി. 7 വർഷം മുമ്പ് 25 ലക്ഷം രൂപ ചെലവിട്ട് കെട്ടിടവും യന്ത്ര സംവിധാനങ്ങളും ഒരുക്കിയ കേന്ദ്രമാണ് അധികൃതരുടെ അവഗണനയെ തുടർന്ന് പൂട്ടിയത്. ഈറ്റ കൃത്യസമയത്ത് ലഭ്യമാകാത്തതിനാൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 500 പ്രവൃത്തി ദിവസം പോലും ഉണ്ടായിട്ടില്ല. വൈവിധ്യവൽക്കരണത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അധികമായി ചെലവിട്ടിട്ടും കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായില്ലെന്നും ആക്ഷേപമുണ്ട്. 1970കളിൽ നെയ്ത്തുകാരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ രൂപീകരിച്ച ബാംബു കോർപ്പറേഷന്റെ പ്രവർത്തനം നിലവിൽ അങ്കമാലി മണ്ഡലത്തിലെ ചുരുക്കം ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. കൂവപ്പടി, ഒക്കൽ, മലയാറ്റൂർ, നീലേശ്വരം, കാലടി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് നെയ്ത്തു തൊഴിലാളികളുടെ ഉപജീവനമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ 8 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് ഈ പനമ്പ് നെയ്ത്ത് കേന്ദ്രം. 50 തൊഴിലാളികൾ ഇവിടെ പനമ്പ് നെയ്തുകൊണ്ടിരുന്നതാണ്. ഭൂരിഭാഗം വയോധികരും പാവപ്പെട്ടവരുമാണ് ഈ തൊഴിൽ എടുത്തുകൊണ്ടിരുന്നത്. അന്ന് 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത ഷെഡും ഈറ്റ കീറുന്ന മെഷീനും ഒക്കെ കൊണ്ടുവന്ന് ആരംഭിച്ചതാണ് ഇവിടെ. ഈറ്റ ലഭ്യത കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വർഷത്തിൽ 3-4 മാസം മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് പിൽക്കാലത്ത് ഈറ്റ കിട്ടാതെയായി. ഇവിടെ കിടന്ന മെഷീനൊക്കെ അതിൻ്റെ ബ്ലേഡൊക്കെ തുരുപ്പിച്ചു പോയി. ഈറ്റ കീറാൻ പറ്റാത്ത അവസ്ഥാവിശേഷമായി. ഈറ്റ സ്വന്തമായി കീറി നെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് നന്നാക്കി തരാൻ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ നന്നാക്കി കൊടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായില്ല. പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ പനമ്പ് നെയ്ത്ത് കേന്ദ്രമായിരുന്നു ഇത്. അടച്ചുപൂട്ടിയ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇതുവരെയും നൽകിയിട്ടില്ല. എത്രയും പെട്ടെന്ന് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് BJP എറണാകുളം നോർത്ത് ജില്ലാ ന്യൂനപക്ഷ മോർച്ച ജനറൽ സെക്രട്ടറി ദേവച്ചൻ പടയാട്ടിൽ ആവശ്യപ്പെട്ടു. ഇവിടെ പനമ്പ് നെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നും അവർക്ക് പ്രായപരിധി ഇല്ലാതെ എത്രയും പെട്ടെന്ന് പെൻഷൻ വിതരണം ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഗ്രഹം. അത് കൃത്യമായി നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.